മലയാള സിനിമയിലെ തലയെടുപ്പുള്ള കൊമ്പനാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ല അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാ നിക്കുന്നത്. ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ മലയാള സിനിമയിലെ. പക്ഷേ എനിക്ക് സന്തോഷമായ ഒരു കാര്യം തരുമോ ജഗദീഷി? ഞാൻ ചോദിച്ചു അകത്ത് പോയിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ അകത്ത് പോയാൽ പേടിയുണ്ടോന്ന് ചോദിച്ചു. അല്ല AC റൂമിൽ ഇരിക്കുന്നല്ല, അകത്ത് പോയി കഴിഞ്ഞാൽ ബമ്പം പോറാന്ന് ഉള്ളിക്കറിയാന്ന് പറഞ്ഞു. രണ്ട് രീതിയിൽ വിശേഷിപ്പിക്കാം ബൈജുവിനെ. ഒന്ന് തലയെടുപ്പുള്ള കൊമ്പൻ, രണ്ട് സ്നേഹമുള്ള സിംഹം. രണ്ടും ഉണ്ടോ? നിധി കൂടുതൽ. താങ്ക് യു. കാരണം ബൈജു എത്ര ഇടഞ്ഞു നിന്നാലും തളയ്ക്കാൻ കഴിയുന്ന ഒരു പാപ്പാനാണ് ഞാൻ. സ്നേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങും. അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ പുള്ളി ഇടഞ്ഞു നിന്നപ്പോ ചെന്ന്? അല്ല ഇടഞ്ഞു നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ബൈജുവിന്റെ അടുത്ത് ഇടഞ്ഞു നിൽക്കുമ്പോ നമ്മളെ ഉടക്കി കഴിഞ്ഞാൽ ബൈജു താഴൂല. ബൈജു വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ബൈജു സിനിമയില് ആ ലൂസിഫറിന്റെ ക്യാരക്ടർ പോലെയാണ്. ഒരു മര്യാദ വേണ്ടടേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ നേരെ മറിച്ച് ബൈജുവിന്റെ അടുത്ത് നിന്ന് പറയാണ്, ബൈജു അങ്ങനെയല്ല, ഇതാണ് സംഭവം. അവര് വലിയ പ്രശ്നത്തിലാണ്, അവര് പട്ടിണി അനുഭവിച്ച് കഴിയുന്നവരാണ്. അത് നേരത്തെ പറയാത്തത് നേരത്തെ പറയാത്തതെന്ന് പറഞ്ഞാൽ തൊണ്ടയിടുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരം എന്ന സിനിമ ഞങ്ങൾ ആലുവയിൽ കാണാൻ പോയി. അപ്പൊ ഞാന് എന്റെ സീൻ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണ് നിറഞ്ഞു. അപ്പൊ ബൈജുവിന്റെ അടുത്ത് ചോദിച്ചു, അണ്ണ നിങ്ങൾ എന്തിനു കയറിയത്, നിങ്ങൾ കയറേണ്ട ആവശ്യം എന്ത് എന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ നോക്കിയപ്പോ ഉണ്ടല്ലോ, അങ്ങനെ ചോദിച്ചെങ്കിലും ബൈജുവിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അതാണ് ബൈജു. കണ്ണ് നിറഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമില്ല. അത് കാര്യം സ്ട്രെങ്ത് പോകുന്നതായിട്ട് തോന്നും. അതാണ് ബൈജു. പരിക്കനാണെന്ന് പുറമേ ധാരണ ഉണ്ടാവും. ഭയങ്കര സെന്റിമെന്റലാണ്. ആണോ? ഇമോഷണലാ അല്ലേ? ഭയങ്കര സെന്റിമെന്റ്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ കരയിക്കരുത്. ഇമോഷണലാണ്.